നമസ്കാരം, ഞാൻ അമ്പിളിയാണ്. എൻ്റെ ഇന്നത്തെ റെസിപ്പി ചോക്ലേറ്റ് ഡ്രീം കേക്കാണ്. 5 ഇൻ ടോർട്ടെ കേക്ക് എന്നും ഇതിന് പറയും. 5 ലെയറുകൾ ഉപയോഗിച്ചാണ് നമ്മളിത് കേക്ക് സെറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യം ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് കേക്ക് വയ്ക്കും, അതിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിക്കും, അതിന് മുകളിൽ ചോക്ലേറ്റ് മോസിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കും, അതിന് മുകളിൽ നട്ട്സ് മിക്സ് ചെയ്ത ചോക്ലേറ്റിൻ്റെ ഗണാഷ് വെച്ച് കൊടുക്കും, അതിന് മുകളിൽ ഒരു തിൻ ലെയർ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കും, അതിന് മുകളിൽ കൊക്കോ പൗഡർ വിതറി കൊടുക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ 5 ലെയറുകൾ. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളുപ്പ്. ഇത് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കുക. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക, 2 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇവ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്യുക. 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി പതുക്കെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ച പൊടി 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് ഇതുപോലെ ബാറ്ററാക്കി എടുക്കുക. അത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ അടിയിൽ വയ്ക്കുന്ന ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കി എടുക്കുക. ഓവനിൽ വെച്ചിരിക്കുകയാണ്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 50 ഗ്രാം പ്രീമിയം ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. കുറച്ച് നട്ട്സ്, ഒരു പിടി നട്ട്സ് പൊടിച്ച് വയ്ക്കുക. ചോക്ലേറ്റ് ഗണാഷിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പകുതി നമ്മൾ മാറ്റി വയ്ക്കും. ബാക്കി പകുതിയിലേക്ക് നട്ട്സ് ഇട്ട് ഇളക്കി അവിടെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. ഇനി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം സ്റ്റിഫ് പീക്ക് ആവുന്നതിന് മുമ്പ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിലേക്ക് നട്ട്സ് ഇടാതെ വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗണാഷ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചോക്ലേറ്റ് മോസിൻ്റെ ലെയർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി കേക്ക് സെറ്റ് ചെയ്യുകയാണ്. അടിയിൽ കേക്ക് വെച്ചു, നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തു, ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്യണം കേക്ക്. അതിനുശേഷം അടുത്ത ലെയറായ മോസ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. നല്ല തിക്ക് ലെയറായിട്ട് വെച്ച് കൊടുക്കണം. വെച്ചിരിക്കുന്ന നമ്മളുണ്ടാക്കിയ ചോക്ലേറ്റ് മോസ് മുഴുവൻ നമ്മൾ ഈ കേക്കിൽ ഉപയോഗിക്കും. ഇതുപോലെ തിക്ക് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്യുക. എങ്കിലാണ് കേക്ക് നല്ല ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നട്ട്സ് ഇട്ട ചോക്ലേറ്റ് ഗണാഷ് പതുക്കെ ഒരു സ്പൂൺ വെച്ച് പരത്തി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കണം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണം അടുത്ത ലെയർ വയ്ക്കാൻ. ഇത് 50 ഗ്രാം പ്രീമിയം ചോക്ലേറ്റ് ചൂടാക്കി എടുത്തതാണ്. ചെറു ചൂടന് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വട്ടത്തിൽ ചുറ്റിച്ച് കൃത്യം ഒരു ലെയറായിട്ട് ഇതിൻ്റെ മുകളിൽ നിറഞ്ഞ് പരന്ന് വരത്തക്ക വിധത്തിൽ കറക്കി കൊടുക്കണം. എന്നിട്ട് ഇത് വീണ്ടും 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അടുത്ത ലെയർ എന്നിട്ട് വേണം വയ്ക്കാൻ. നന്നായിട്ട് തണുത്ത് വരട്ടെ. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ കൊക്കോ പൗഡർ ഇതുപോലെ അരിച്ചിടുകയാണ്. ഇത് ഒരുപാട് തിക്ക് ലെയറായിട്ട് ഇടണ്ട, കയ്പ്പ് വരും. പാകത്തിന് ഇട്ടാൽ മാത്രം മതി. തിൻ ലെയറായിട്ട് ഇടുക. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. ഇനി ചെറിയൊരു ഡെക്കറേഷൻ, ഒരു സിമ്പിൾ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല രുചിയുള്ളൊരു കേക്കാണ്. എളുപ്പത്തിലുണ്ടാക്കാം. മറ്റേത് ക്രീം കേക്കിനേക്കാളും എളുപ്പമാണ്. ഇത് കഴിക്കേണ്ടത് ഇങ്ങനെയാണ്. കട്ട് ചെയ്ത് എല്ലാ പീസും കിട്ടത്തക്ക വിധത്തിൽ കട്ട് ചെയ്ത് വേണം കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും രുചി കിട്ടുക.